അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ശഅബാനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാൻ മാസത്തെ വളരെ പ്രാധാന്യത്തോടുകൂടെ കണ്ടു. ആ പ്രാധാന്യത്തോടുകൂടെ കണ്ടത്, ഒന്നാമത്തേത്, ജനങ്ങൾ അശ്രദ്ധമായി കാണുന്ന മാസമാണ്. ആ മാസത്തിൽ വളരെ ശ്രദ്ധയോടെ കണക്ക് കൂട്ടണമെന്ന് നബി തങ്ങൾ കരുതി. അപ്രകാരം നബി തങ്ങൾ ധാരാളമായി നോമ്പെടുക്കുകയും ഇബാദത്തുകളുമായി ബന്ധപ്പെടുകയും ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അശ്രദ്ധമായാൽ പലതും നഷ്ടമാകുമെന്നും ദുനിയാവും ആഖിറവും നഷ്ടമാകുമെന്നുമെല്ലാം നാം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ശഅബാനിൻ്റെ ഹദീസിലൂടെ പറഞ്ഞത്, തുർഫഉ ഫീഹിൽ അമൽ, അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർത്തപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ ശഅബാൻ മാസം എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമലുകൾ, നാം ഒരു വർഷമായി ചെയ്ത അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ ശഅബാൻ മാസം. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ എത്ര കൃത്യതയോടെയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം വേണമെന്ന് കരുതിക്കൊണ്ട് നാം ചെയ്തത്. ഒരു വർഷത്തേക്കുള്ള വിധി രേഖപ്പെടുത്തുന്നതും ഈ പരിശുദ്ധമായ ശഅബാനിൻ്റെ 15-ാം രാവിലാണെന്നെല്ലാം നമുക്ക് ഹദീസുകളിലൂടെ അറിയാം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തണമെങ്കിൽ നമ്മുടെ ഹൃദയം പരിശുദ്ധമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നോക്കൂ, നാം ഒരു ഭൗതികമായ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ആളുകളെ വിലയിരുത്തപ്പെടുന്നത്. ചിലരുടെ വലിയ മൊബൈൽ കണ്ടിട്ട് നാം അവരെ വിലയിരുത്തും, ചിലരുടെ ഡ്രസ്സ് കണ്ടിട്ട് നാം അവരെ വിലയിരുത്തും, ചിലരുടെ വീട് കണ്ടിട്ട് നാം അവരെ വിലയിരുത്തും, ചിലരുടെ സൗന്ദര്യം കണ്ടിട്ട് നാം വിലയിരുത്തും, ചിലരുടെ കയ്യിലുള്ള വാച്ച് നോക്കിയിട്ട് നാം അവരെ വിലയിരുത്തും, ചിലർ ധരിക്കുന്ന ചെരുപ്പ് നോക്കിയിട്ട് വിലയിരുത്തും. അങ്ങനെ വിലയിരുത്തുന്ന, ഭൗതികമായി വിലയിരുത്താനുള്ള ധാരാളം സംവിധാനങ്ങളുണ്ട്. അതിലേക്കെല്ലാം നോക്കിയിട്ടായിരിക്കും നാം ആളുകളെ വിലയിരുത്തുന്നത്. എന്നാൽ യജമാനനായ റബ്ബ് നോക്കുന്നത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്കോ, നിങ്ങളുടെ ആകാരത്തിലേക്കോ, നിങ്ങളുടെ സൗന്ദര്യത്തിലേക്കോ, നിങ്ങളുടെ ശരീരത്തിൻ്റെ പുഷ്ടിയോ ഒന്നുമല്ല അള്ളാഹു നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നോക്കുന്നത് എന്തെന്നറിയോ? നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ അമലുകളിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത്. കണ്ടോ, അള്ളാഹുവിൻ്റെ നോട്ടസ്ഥാനം ഹൃദയമാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധി എത്ര വലുതാണോ അതിനനുസരിച്ചായിരിക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ അമലുകളെ ഉയർത്തപ്പെടുന്നത്. നോക്കൂ, നമ്മുടെ ഹൃദയം പരിശുദ്ധമല്ലെങ്കിൽ, മലീമസമാണെങ്കിൽ, മലിനതകൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ നമ്മുടെ അമലുകൾ എങ്ങനെയാണ് ഉയർത്തപ്പെടുന്നത്? അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹു കാപട്യമില്ലാത്തവനാണ്, കുനിഷ്ഠും കുബുദ്ധിയും ഇല്ലാത്തവനാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം പരിശുദ്ധമായതിനെ സ്വീകരിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ഹൃദയം മലിനമായി കൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകരിക്കുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ? നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? നമ്മുടെ ഹൃദയം പരിശുദ്ധമാവുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം പരിശുദ്ധമായില്ലെങ്കിൽ എല്ലാം തരിപ്പണമായി. സഹോദരങ്ങളെ, നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനുഷ്യന് ഒരു അവയവമുണ്ട്, ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണം നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അത് മോശമായാൽ ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും മോശമായി എന്നാണ്. അല വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. നമ്മുടെ ഹൃദയം പരിശുദ്ധമായാൽ, നമ്മുടെ ശരീരത്തിലുള്ളൊരു മാംസകഷ്ണമാണ് ഹൃദയം എന്നുള്ളത്, അത് പരിശുദ്ധമായാൽ സകലതും പരിശുദ്ധമായി, അത് മോശമായാൽ സകലതും മോശമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലൂടെ എല്ലാം കാണാൻ കഴിയും, ഹൃദയം രാജാവാണ്, ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ സൈന്യങ്ങളാണ്. രാജാവ് നന്നാകുമ്പോഴാണ് സൈന്യം നന്നായിത്തീരുന്നത്. രാജാവ് കൽപ്പിക്കപ്പെടുന്നതാണ് സൈന്യം അനുസരിക്കുന്നത്. നമ്മുടെ ഹൃദയം എന്താണോ ചെയ്യുന്നത്, അതല്ലെങ്കിൽ വിചാരിക്കുന്നത്, കരുതുന്നത്, അതായിരിക്കും നമ്മുടെ അമലുകൾ നമ്മുടെ ശരീരം ചെയ്യുന്നത്. സഹോദരങ്ങളെ,
ആയതിനാൽ നമ്മുടെ ഹൃദയം പരിശുദ്ധമാക്കുക. എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും, എല്ലാ മോശത്തരത്തിൽ നിന്നും നമ്മുടെ ഹൃദയം പരിശുദ്ധമാകാൻ വേണ്ടി നാം ശ്രമിക്കണം. പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് കാണാം. യത്തലിഉല്ലാഹു ഇലാ ഖൽഖിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. പരിശുദ്ധമായ ശഅബാനിന്റെ 15-ാം രാവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ സൃഷ്ടികളിലേക്ക് നോക്കുന്നതാണ്. ഫയഗ്ഫറു ലിജമീഇ ഖൽഖിഹി. അല്ലാഹു അവന്റെ മുഴുവൻ ദാസന്മാർക്കും ആ ദിവസം പുറത്തു കൊടുക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളിലെ പ്രിയപ്പെട്ടവരായ മനുഷ്യന്മാർക്കെല്ലാം അള്ളാഹു ആ ദിവസം പുറത്തു കൊടുക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാർ അള്ളാഹുവിൻ്റെ ചരാചരങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്നും പ്രത്യേകമായി അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ട ഈ മനുഷ്യരായ എല്ലാ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും. ഇല്ലാലി മുശ്രിക്കിനോ മുഷാഹിനിൻ. 2 കൂട്ടർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. എല്ലാ ആളുകൾക്കും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്നും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർ, ആ മനുഷ്യരിലെ എല്ലാ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് 15-ാം രാവിന് നിസ്ഫു മിൻ ശഅബാൻ, ശഅബാനിൻ്റെ 15-ാം രാവിന് അള്ളാഹു പുറത്തു കൊടുക്കും. 2 കൂട്ടം ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. മുശ്രിക്കിൻ ഔ മുഷാഹിനിൻ. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾക്ക്, അള്ളാഹുവിന് തുല്യനുണ്ട് എന്ന് സങ്കല്പിക്കുന്ന അതല്ലെങ്കിൽ ആരാധിക്കുന്ന ആളുകൾക്ക്, അള്ളാഹുവിന് തുല്യനായി ആരാധിക്കുന്ന മറ്റാരെങ്കിലും ദൈവമാക്കുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തുവിടുകയില്ല. ഏകൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിനോട് തുല്യനായി ലോകത്തൊന്നും തന്നെ ഇല്ല. അങ്ങനെ സങ്കല്പിക്കുകയോ കരുതുകയോ അങ്ങനെ ഇബാദത്തെടുക്കുകയോ ചെയ്താൽ അവൻ അള്ളാഹു പുറത്തു കൊടുക്കുന്നതല്ല. ഔ മുഷാഹിനിൻ. മനസ്സിൽ പകയും വിദ്വേഷവും കറുപ്പും കലർപ്പും കുനിഷ്ടും കുബുദ്ധിയുമെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾക്ക് അള്ളാഹു അന്നേ ദിവസം പുറത്തുവിടുകയില്ല. മനസ്സിൻ്റെ ഉള്ളറകളിലാണ് അള്ളാഹു നോക്കുന്നത്. ഇത് ഒരാൾക്ക് ചിലപ്പോൾ വെറുപ്പുണ്ട് എന്ന് കരുതിയിട്ട് ചിലപ്പോൾ പ്രകടമാക്കിക്കൊള്ളണമെന്നില്ല. പക്ഷെ അയാളുടെ ഹൃദയത്തിൽ അതിങ്ങനെ കുമിഞ്ഞുകൂടും. അത്തരം ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. എത്ര വളരെ ഗൗരവത്തോടുകൂടെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നു, ഇവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നില്ല. മനസ്സിൽ പകയും കുനിഷ്ടും വെച്ച് പുലർത്തിയാൽ നമുക്കെങ്ങനെ നേട്ടമുണ്ടാകും സഹോദരങ്ങളെ? അങ്ങനെ ഒരാളോടുള്ള പകയും വിദ്വേഷവുമായി അതല്ലെങ്കിൽ കുശുമ്പും കുബുദ്ധിയുമായി, അയാളെ നശിപ്പിക്കാനുള്ള മനോഗതിയുമായി, അസൂയയും വെറുപ്പുമായി, കോപവും അതോടൊപ്പം തന്നെ നീരസവുമായി നാം മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് നമുക്ക് ഇബാദത്ത് എടുക്കാൻ കഴിയുന്നത്? മറ്റൊരാളോട് വാശിയും വൈരാഗ്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നാം ഇബാദത്ത് എടുത്താൽ അതെങ്ങനെ ശരിയാകും സഹോദരങ്ങളെ? അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വിശുദ്ധമായ മനസ്സിൻ്റെ ഉടമകളായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശരീരം കറുത്തുപോയി എന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ഹൃദയം കറുത്താലാണ് പ്രശ്നം. ഹൃദയം കറുത്തുപോയാൽ പ്രശ്നമാണ് സഹോദരങ്ങളെ. ആയതിനാൽ നമ്മുടെ ശരീരത്തേക്കാൾ നമ്മൾ പരിപാലിക്കേണ്ടത്, നമ്മൾ ശ്രദ്ധയോടെ കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ് ഏറ്റവും വലിയ പരിശുദ്ധി. ആ പരിശുദ്ധി ഉണ്ട് എങ്കിൽ തീർച്ചയായും നാം വിജയിച്ചു എന്നതാണ്. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുമ്പോൾ ഈ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള മാലിന്യവുമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് പറയുമ്പോൾ എത്ര വലിയ നിന്ദ്യരായിരിക്കും അവർ. അള്ളാഹുവിന് എത്ര കോപമായിരിക്കും അവരോട്. അള്ളാഹു കാരുണ്യത്തിൻ്റെ കേദാരമാണ്. എല്ലാവരോടും കരുണയോടെ വർത്തിക്കുന്ന പടച്ച തമ്പുരാൻ സൃഷ്ടികളോട് ഇത്തരത്തിൽ മനസ്സിൽ കുബുദ്ധിയുമായി, മനസ്സിൽ നിറയെ വിദ്വേഷവുമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് പറയുമ്പോൾ ആ സ്വഭാവം എത്ര മലിനമായിരിക്കും, അയാൾ എത്ര മാലിന്യത്തിൻ്റെ ഉടമയായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയം മാലിന്യമാകാൻ ഉതകുന്ന ഒരു ഹൃദയ രോഗമാണ് കോപം എന്നുള്ളത്. എല്ലാവരോടും കോപം. ആ കോപം വഴിയായി നമ്മുടെ ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകുമെന്നാണ് സഹോദരങ്ങളെ. നമ്മുടെ ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകും കോപം കാരണമായി. കോപമുണ്ടോ നമ്മുടെ ഹൃദയത്തിൽ? മറ്റുള്ളവരോട് അമർഷം, അടങ്ങാത്ത അമർഷം, അവനെ കടിച്ചു തിന്നാനുള്ള ദേഷ്യം, അവനോട് വല്ലാത്തൊരു പക, ഒരു കോപം നമ്മുടെ മനസ്സകങ്ങളിലുണ്ടോ സഹോദരങ്ങളെ? എന്തിനാണ് കോപിക്കുന്നത്? ആളുകളോട് ദേഷ്യം വരണം നമുക്ക്. ആ ദേഷ്യം എന്തിനാണ് മനസ്സിൽ വെച്ച് പുലർത്തുന്നത്? ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം, അതല്ലേ നല്ലത്.
അവനോട് പറയണം, സഹോദര, നീ ഇങ്ങനെ ചെയ്യുന്ന ആ പ്രവൃത്തി എനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന്. നീ എന്ത് വേണോടാന്ന് ചോദിക്കുമ്പോൾ ആ പകയുമായിട്ടല്ലല്ലോ നമ്മൾ നടക്കുന്നത്. നമുക്ക് പകയുമായി നടക്കാൻ പടച്ചോൻ പറഞ്ഞിട്ടില്ല, കോപവുമായി നടക്കാൻ. അവനെ ഉപദേശിക്കണം, വീണ്ടും ഉപദേശിക്കണം, സ്നേഹത്തോടെ ഉപദേശിക്കണം, വാത്സല്യത്തോടെ ഉപദേശിക്കണം. അങ്ങനെയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് അത് അള്ളാഹുവിൻ്റെ കയ്യിലാണല്ലോ, പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ കോപം വെക്കുന്നത്? ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല, അതുകൊണ്ട് അവൻ അങ്ങനെ ആയിപ്പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ എന്തിന് കോപം വെക്കണം? അതിൻ്റെ ആവശ്യമുണ്ടോ സഹോദരങ്ങളെ? എന്തിനാണ് മറ്റുള്ളവരോട് കോപം വെച്ചിട്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്നത്, നമ്മുടെ ഹൃദയം മാലിന്യമാക്കി കളയുന്നത് എന്തിനാണ് സഹോദരങ്ങളെ? അതുപോലെ തന്നെയാണ് അസൂയ എന്നുള്ളത്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അവനുള്ളതെല്ലാം നശിച്ചൊടുങ്ങാൻ കാത്തിരുന്ന്, അതായത് കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുക എന്ന് പറയുന്നത് പോലെ മറ്റുള്ളവൻ്റെ അനുഗ്രഹം കാണുമ്പോൾ അതിനോട് വല്ലാത്ത ഒരു അഭിനിവേശം, അതെല്ലാം നശിച്ചു പോകണമെന്നുള്ള ആഗ്രഹം. ഒരാളുടെ ഉയർച്ച കാണുമ്പോൾ അസൂയ. മറ്റൊരാൾ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകുമ്പോൾ അയാൾ തകർന്ന് തരിപ്പണമാകാൻ നാം ആഗ്രഹിച്ചു പോയാൽ നമ്മുടെ ഇബാദത്തെല്ലാം നഷ്ടമായി പോകുന്നതാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇയ്യാകും വൽ ഹസദ ഫഇന്നൽ ഹസദ തഅകുലുൻ നാറൽ ഹതബ. തീ വിറകിനെ തിന്നുന്നത് പോലെ നിങ്ങളുടെ അമലുകളെ അസൂയ തിന്നു തീർക്കുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, വീട്ടിലെ സഹോദരിമാർ അടുപ്പിൽ പാചകം ചെയ്യാൻ വേണ്ടി തീ കത്തിക്കുമ്പോൾ ആ തീ കത്തുന്നതിന് വേണ്ടി നല്ല വിറകുകൾ വെച്ച് കൊടുക്കുന്നു. കുറേ സമയം കഴിയുമ്പോൾ ആ വിറക് വെച്ചതുപോലും ഇല്ലാത്ത വിധത്തിൽ ആ വിറക് മുഴുവനും വെണ്ണീറായി പോകുന്നത് പോലെ, ആ വിറക് മുഴുവനും കത്തിച്ചാമ്പലായി തീരുന്നത് പോലെ നമ്മുടെ സർവമാന ഇബാദത്തുകളും വെണ്ണീറായി തീരാൻ പര്യാപ്തമാണ് നമ്മുടെ അസൂയ എന്നുള്ളത്. എന്തിനു വെക്കണം? എന്തിനാണ് അസൂയ വെക്കുന്നത്? മറ്റുള്ളവരോട് അസൂയാണ് അസൂയ. ഒരാളുടെ ഉയർച്ച കണ്ട അസൂയ. അവൻ വലിയ വീട് വെച്ച അസൂയ. അവനെല്ലാം പോട്ടെ, അവനിച്ചിരി സമ്പത്ത് വന്നാൽ എല്ലാം നശിച്ചു പോട്ടെ. അവൻ ഒരു കാറെടുത്താൽ അസൂയ, അവൻ ഏതെങ്കിലും രംഗങ്ങളിൽ ശോഭിച്ചാൽ അവനോട് അസൂയ, അവന് നല്ല ബിസിനസ് ഉണ്ടെങ്കിൽ അസൂയ, അവൻ നല്ല ചെരുപ്പിട്ടാൽ അസൂയ, അവൻ നല്ല സൗകര്യങ്ങളിൽ താമസിച്ചാൽ അസൂയ, അവൻ്റെ ഭാര്യ സ്നേഹമുണ്ടായാൽ അസൂയ, അവൻ്റെ മക്കൾ നല്ല വഴിയിലൂടെ പോയാൽ അസൂയ. എന്തിനാണ് അസൂയ? ഇന്ന് മനുഷ്യന്മാർക്കിടയിൽ വല്ലാതെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തരം രോഗമാണ് അസൂയ എന്നുള്ളത്. ഹൃദയരോഗം, ഹൃദയത്തിൻ്റെ മാലിന്യമാണ്. ചിലപ്പോൾ പുറമേ കാണൂല, പുറമേ കാണുമ്പം മുൻപല്ലുകൾ കൊണ്ട് വെളുക്ക ചിരിക്കും. ആ ചിരി കാണാൻ എന്ത് രസമാണെന്നറിയുമോ? ചിരിച്ചിരിക്കും. പക്ഷേ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചമർത്തും. നശിച്ചു പോയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും. അള്ളാഹിൻ്റെ റസൂൽ പറയുകയാണ്, ഇയ്യാകും വൽ ഹസദ ഫഇന്നൽ ഹസദ തഅകുലുൻ നാറ അൽ ഹതബ്. തീർച്ചയായും തീ വിറകിനെ തിന്നുന്നത് പോലെ നിങ്ങളുടെ അമലുകൾ മുഴുവനും അസൂയ തിന്നു തീർക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ഇബാദത്ത് എടുക്കുന്നത്. രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്നു, ഫർള് നമസ്കാരങ്ങൾ ഒന്നു വിടാതെ. അള്ളാഹുവിൻ്റെ അടുക്കൽ കൃത്യമായി നാം ഓരോരുത്തരും ഇബാദത്ത് ചെയ്യുന്നവരാണല്ലോ. നോമ്പെടുക്കുന്നവരാണ്. സുന്നത്തും ഫർളുമായ നോമ്പെടുക്കുന്നു, സദഖകൾ കൊടുക്കുന്നു, രഹസ്യത്തിലും പരസ്യത്തിലും ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, പാവങ്ങളെ സഹായിക്കുന്നു, എല്ലാവരോടും കരുണ കാണിക്കുന്നു. ഇതെല്ലാം ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉത്കൃഷ്ടമായ മഹിതമായ മാതൃകകൾ കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരോട് നാം അസൂയ വെച്ചാൽ നാം ചെയ്തതെല്ലാം പാഴാണ് സഹോദരങ്ങളെ. നാം ചെയ്തു പോയതെല്ലാം വെണ്ണീറായി തീരുമെന്ന്. ഒരു തീ എപ്രകാരമാണോ വിറകിനെ തിന്നു തീർക്കുന്നത്, അതുപോലെ നമ്മുടെ സർവമാന അമലുകളും, നാം എത്ര കഷ്ടപ്പെട്ട് ചെയ്ത അമലുകളും അതെല്ലാം വെണ്ണീറായി തീരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. ആയതിനാൽ നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യമെല്ലാം കഴുകി വൃത്തിയാക്കണം. കാരണം എന്തെന്നാൽ പരിശുദ്ധമായ ശഅബാനിൻ്റെ 15-ാം രാവിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ആരാധനകൾ അല്ലാഹുവിലേക്ക് ഉയർത്തുന്നത്. തുർഫഉ ഫീഹിൽ അമാൽ, നമ്മുടെ അമലുകളെല്ലാം അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നത് പരിശുദ്ധമായ ശഅബാനിൻ്റെ 15-നാണ്. ആ ദിവസം അല്ലാഹു പരിശുദ്ധമായത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നമ്മുടെ ഹൃദയം വിശുദ്ധമായാൽ മാത്രമാണ് പരിശുദ്ധി കൈവരികയുള്ളൂ. ആയതിനാൽ നമ്മുടെ ഹൃദയങ്ങൾ പരിശുദ്ധമാക്കിയിട്ട് നമ്മുടെ അമലുകളെ പരിശുദ്ധമായ നിലയിൽ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കാൻ നാം സന്നദ്ധരാകണം.
അതിനായി റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയതിനാൽ നമ്മുടെ ഹൃദയത്തിലുള്ള സകല മാലിന്യങ്ങളും കഴുകി വൃത്തിയാക്കണം. അസൂയ, കുശുമ്പ്, അതുപോലെ തന്നെ കുബുദ്ധി, കറുപ്പ്, കലർപ്പ്, കോപം, ഇതെല്ലാം ഹൃദയത്തിൻ്റെ മാലിന്യമാണ് സഹോദരങ്ങളെ. നമ്മുടെ ഈ മനോഹരമായ കണ്ണുകൾ അല്ലാഹു അവൻ്റെ ഔദാര്യമായി നമുക്ക് നൽകിയതാണ്. ഈ കണ്ണുകൊണ്ട് നമ്മൾ ഖുർആൻ നോക്കണമോ അതല്ല ഹറാമായതിലേക്ക് നോക്കണമോ എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ ഹൃദയമാണ്. അല്ലാഹു തന്ന നല്ല കേൾവിയുള്ള ഈ കാതുകൾ കൊണ്ട് മോശമായതും ഏറ്റവും ദുഷിച്ച വർത്തമാനങ്ങളും കേൾക്കണമോ അതല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇഷ്ടമുള്ള വർത്തമാനങ്ങൾ കേൾക്കണമോ എന്ന് നാം തീരുമാനിക്കുന്നത് ഹൃദയം കൊണ്ടാണ്. അല്ലാഹു നൽകിയ മനോഹരമായ ഈ വായ, ആ വായയിലെ ഏറ്റവും ആശയ സമ്പുഷ്ടങ്ങൾ നിറഞ്ഞ വാക്കുകൾ പുറത്തേക്ക് വരാൻ പര്യാപ്തമായ 100 ഗ്രാമോ അതല്ലെങ്കിൽ അതിനുള്ളിലോ നിൽക്കുന്ന ചെറിയ ഭാരം കുറഞ്ഞ ഈ നാവ് ചലിപ്പിച്ചാൽ എത്ര ഭാഷ, എത്ര സംഗീതം, എത്ര മധുരം, എത്ര മനോഹരമായ വർത്തമാനങ്ങൾ പുറത്തേക്ക് വരും. ഈ നാവ് കൊണ്ട് ഏറ്റവും മെച്ചമായത് സംസാരിക്കണമോ അതല്ല മോശമായത് സംസാരിക്കണമോ എന്ന് നമ്മുടെ ഹൃദയമാണ് തീരുമാനിക്കുന്നത്. അള്ളാഹു നൽകിയ ബലിഷ്ഠമായ ഈ കരങ്ങൾ കൊണ്ട് ഒരാളെ ഉപദ്രവിക്കണമോ അതല്ല സദഖ കൊടുക്കണമോ എന്ന് നമ്മുടെ ഹൃദയമാണ് തീരുമാനിക്കേണ്ടത്. അള്ളാഹു നൽകിയ ഏറ്റവും ഉറപ്പുള്ള കാലുകൾ, അതുകൊണ്ട് ഹറാമിലേക്കാണോ പോകേണ്ടത് അതല്ല പള്ളിയിലേക്കാണോ പോകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം എന്താണോ തീരുമാനിക്കുന്നത് അതാണ് നമ്മുടെ ഈ നമ്മുടെ ഈ അവയവങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയം എന്താണോ തീരുമാനിക്കുന്നത് അതുമാത്രമാണ് അമൽ നമ്മുടെ അവയവങ്ങൾ ചെയ്യുന്നത് സഹോദരങ്ങളെ. ആയതിനാൽ നമ്മുടെ ഹൃദയം പരമപരിശുദ്ധമായി തീരണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമു ഖൽബുഹു. ഒരാളുടെ ഹൃദയം നന്നാകാതെ അവൻ്റെ ഈമാൻ നന്നാവുകയില്ല എന്നാണ്. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ, ഒരു ദാസൻ്റെ ഈമാൻ ശരിയാവുകയില്ല, ഈമാൻ ഉറപ്പുള്ളതാവുകയില്ല, നേരെ ചൊവ്വയാവുകയില്ല. ഹത്താ യസ്തഖീമു ഖൽബുഹു, അവൻ്റെ ഖൽബ് ഏറ്റവും ചൊവ്വാകുന്നത് വരെ, ഉറപ്പുള്ളതാകുന്നത് വരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്നത് വരെ. മനസ്സിലായില്ലേ? മോശമായ എല്ലാ കാര്യങ്ങളും ത്യജിച്ച് എല്ലാം വിഭാടനം ചെയ്ത് കഴുകി വൃത്തിയാക്കി പരമപരിശുദ്ധമാക്കുന്നത് വരെ നമ്മുടെ ഈമാനും ശരിയാവുകയില്ല എന്നാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. വളരെ ഗൗരവപരമാണ്. അള്ളാഹു നമ്മളുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള എല്ലാ മാലിന്യങ്ങളെയും കഴുകി വൃത്തിയാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ പരമപരിശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളായ അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നീ എന്നെ അപമാനിതനാക്കരുതേ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, അന്ന് മക്കളും സമ്പാദ്യങ്ങളും ഉപകാരപ്പെടാത്ത ദിവസമാണ്. അതേ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാള്. മരണപ്പെട്ട് നാമെല്ലാം കോടാനകോടി ഈ ലോകത്തുള്ള ആദം നബി മുതൽ ഈ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ ആരെല്ലാം ഇവിടെയുണ്ടോ അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ യൗമ യുബഅസൂൻ, ആ പുനരുദ്ധാരണ ദിവസം, ആ ദിവസത്തിൽ തീർച്ചയായും എന്നെ നീ അപമാനിതനാക്കരുതേ അല്ലാ. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. എൻ്റെ ഭാര്യ, മക്കൾ, കുടുംബക്കാരൊന്നും ഉപകാരപ്പെടാത്തൊരു ദിവസമാണത്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സമ്പത്തും മക്കളും ഒന്നും ഉപകാരപ്പെടാത്ത, ഒരാളും ഉപകാരപ്പെടാത്ത ദിവസമാണത്. അല്ലാഹുവേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നൊന്നും ഉപകാരപ്പെടുന്നതല്ല. എത്ര വലിയ കുടുംബക്കാരനാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ മഹത്വത്തിൻ്റെ ഉടമയാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ കുടുംബക്കാരനാണെന്ന് പറഞ്ഞാലും, ചുറ്റിലും പരിവാരങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, ഞാനൊന്നു ഞൊടിച്ചാൽ എന്തു വേണമെങ്കിലും ചെയ്യാൻ എനിക്ക് ആജ്ഞാശക്തി ഉള്ളവനാണെന്നും അതോടൊപ്പം തന്നെ എനിക്ക് സൈന്യങ്ങളുള്ളവനാണെന്നൊക്കെ പറഞ്ഞാൽ തന്നെയും ഒരിക്കലും ഒന്നും ഉപകാരപ്പെടാത്തൊരു ദിവസമാണ് യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ.
അന്ന് ഉപകാരപ്പെടുന്നത് ഏതെന്നറിയുമോ? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റ ഹൃദയവുമായി ചെല്ലുന്നവരാണ് രക്ഷപ്പെടുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം കുറ്റമറ്റതാണോ? മഹോന്നതിയിൽ നിൽക്കുന്ന ഹൃദയമാണോ? അഴുക്കുകളില്ലാത്ത, മാലിന്യമില്ലാത്ത, നാം വസ്ത്രം അഴുക്ക് പറ്റിയാൽ അത് കഴുകി ഉപയോഗിക്കുമല്ലോ. നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായി രോമം വളർന്നാൽ അത് വെട്ടി വൃത്തിയാക്കും നമ്മൾ. നമ്മുടെ മുഖത്തൊരു കറുപ്പ് വന്നാൽ അത് വളരെ ഗൗരവത്തോടെ നാം പരിഗണിക്കും. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും സ്ക്രാച്ച് ഉണ്ടായാൽ അത് ഏറ്റവും എളുപ്പത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടി നാം ശ്രമിക്കും. നമ്മുടെ ശരീരത്തിന് അസ്വസ്ഥതയും പ്രയാസവും ഒക്കെ വന്നാൽ നാം ചെയ്യും. പക്ഷെ നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിൻ്റെ മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുണ്ടോ? ഒരു വണ്ടിക്ക് ഓയിൽ ഒഴിക്കുന്നു, ആ ഓയിൽ കൃത്യമായി അതിൻ്റെ കിലോമീറ്റർ കഴിയുമ്പോൾ അത് മാറിയില്ല എങ്കിൽ അത് എഞ്ചിന് പ്രശ്നമാണ്. അതുപോലെ നമ്മുടെ ഹൃദയം, അത് നമ്മുടെ എഞ്ചിനാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഹൃദയമാണ് രാജാവ്, അത് എഞ്ചിനാണ്. നമ്മളെങ്ങനെ കൊണ്ടു നടക്കുക നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയം പരിശുദ്ധമാകാതെ ഇങ്ങനെ കറങ്ങി ആകെ മോശമായി പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ കൂടി വിശുദ്ധമാക്കേണ്ടുന്ന മാസമാണ് പരിശുദ്ധമായ ശഅബാൻ്റെ മാസം. കാരണം എന്തെന്നറിയോ? നമ്മൾ പോകേണ്ടത് പരിശുദ്ധമായ, ഏറ്റവും ശ്രേഷ്ഠകരമായ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലം നൽകപ്പെടുന്ന ഏറ്റവും പരമപരിശുദ്ധമായ ഒരു മാസം നമ്മളിലേക്ക് വരാൻ പോവുകയാണ്. ആ മാസം നമ്മൾ ഏറ്റവും മെച്ചമായ രൂപത്തിലായിരിക്കണം ആ മാസത്തെ വരവേൽക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഹൃദയം മോശമായിട്ട് ആ മാസത്തെ കണ്ടാൽ ശരിയാവുമോ? ശരിയാവൂല. ആയതിനാൽ നമ്മുടെ ഹൃദയത്തെ നാം ഏറ്റവും പരിശുദ്ധപ്പെടുത്തണം. നാഥനായ റബ്ബ് നമ്മുടെ ഹൃദയത്തെ പ്രകാശിതമായ, ഏറ്റവും നല്ല രൂപത്തിൽ പ്രകാശിക്കുന്ന, മാലിന്യമുക്തമായ, ഏറ്റവും മനോഹരമായ, കലർപ്പില്ലാത്ത, കറുപ്പില്ലാത്ത, കുബുദ്ധിയില്ലാത്ത, കുശുമ്പില്ലാത്ത, അസൂയയില്ലാത്ത, കോപമില്ലാത്ത, ഒരു തരത്തിലുള്ള മോശമായ ഒരു ചിന്താഗതികളുമില്ലാത്ത ഏറ്റവും മനോഹരമായ ഹൃദയമായി അള്ളാഹു നമ്മുടെ ഹൃദയത്തെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.